ഹലോ, ജയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഒന്നും ഇടാറില്ല, കാരണം സബ്സ്ക്രൈബൊന്നും കൂടുതൽ ആരും കാണണമെന്നില്ല. കാരണം ചുമ്മാ ചെറിയ വീഡിയോ ഇട്ടാക്കാം, നമുക്കൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ചെയ്യുക, അത്രയും. എന്നതാ വീഡിയോ ഒന്നും ഇടുന്നത്, കാശ് മുടക്കിയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഓരോ പ്രയോജനമില്ല, അതുകൊണ്ട് ഇടുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഉച്ചത്തേക്കുള്ളത്. ഉണക്കമീൻ വറക്കാൻ തിരുമ്മി മുളക് തിരുമ്മി വെച്ചിരുന്നു. വാഴക്കയും പയറും ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ നാരങ്ങ ഉണ്ടോ, ചെറു പൊടിപ്പുളി നാരങ്ങ പൊടിപ്പുളി. ഇത് വറുത്തരച്ചുള്ള തീയിൽ വെക്കണമായിരിക്കും, കറി വെച്ച് വെക്കാം. അപ്പോൾ 2 ദിവസം കൂട്ടാറ്. പിന്നെ ഇതിപ്പോൾ മോര് പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചേക്കണം. അത് വാഴക്കയൊക്കെ ഇട്ട് പുളിശ്ശേരി ഉണ്ടാക്കി. തേങ്ങ ചേർക്കില്ല ഞാൻ പുളിശ്ശേരിക്ക്, എനിക്ക് തേങ്ങ ഇഷ്ടമല്ല. ഇവിടെ പുളിശ്ശേരി ഉണ്ടാക്കി. മോരുകറിക്കേ തേങ്ങ ഇഷ്ടമല്ല. ഇനി മോരുകറിക്ക് ഒന്ന് വറക്കാം, ഉണക്കമീൻ വറക്കാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കറികളൊക്കെ കാണിച്ചു തരാം. നാരങ്ങ എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ മോരിൻ്റെ കടുക് വറക്കണം കേട്ടോ. പുളിശ്ശേരിക്ക് വേറെ ഒന്നും ചേർക്കില്ല. ഉലുവ ഇട്ടു, കടുകിട്ടു, പിന്നെ പത്തലമുളക്, ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ ചേർക്കില്ല, ഉള്ളിയൊന്നും ചേർക്കും. ഉള്ളിയൊക്കെ ചേർത്താൽ വേറെ ടേസ്റ്റായിട്ട് ഇല്ല. ഇത് കടുകത്ത് അതിലേക്ക് ഒഴിക്കാം. ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കി. വാഴയ്ക്കയും തൈരും കൂടി പുളിശ്ശേരി ഉണ്ടാക്കി. പിന്നെ പയറും കായും ഉപ്പേരി ഉണ്ടാക്കി. ഉണ്ടാക്കുന്ന എല്ലാവരും കാണിക്കേണ്ടത്, എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ. ഉണക്കമീൻ വറുക്കാൻ വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് വടിയപ്പുള്ള നാരങ്ങ നമുക്ക് വറുത്തരച്ച് കറി വെക്കാം. തേങ്ങ എടുത്ത് വെച്ചിരുന്നു, എല്ലാം വറുത്ത് കറി വെക്കുന്നത് കാണിക്കാം കേട്ടോ. ഇന്ന് നോയമ്പ് തുടങ്ങുമല്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ നാമത്തിൽ നമസ്കാരം. ആരോഗ്യ ആയുസ്സും കിട്ടാൻ നോയമ്പ് വ്രതം നോക്കുവാനുള്ള ആരോഗ്യം തറ്റുന്ന അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. ഇതുണ്ടാക്കുന്ന കഴിച്ചില്ല. നാരങ്ങ തേങ്ങ, ഒരു മുറി തേങ്ങ കേട്ടോ. ഇത് ഇത്തിരി വേണ്ട, നാരങ്ങ ഇത്രയല്ലേ ഉള്ളൂ. ഒരു നാരങ്ങ, ചെറു നാരങ്ങ. പിന്നെ ഇത് കരിയാപ്പില, വെളുത്തുള്ളി കീഴുത്, പച്ചമുളക്, പട്ടത്തിൽ പച്ചമുളക് ഇരിക്കുക, കാശ്മീർ മുളക് പൊടി കുറച്ചിട്ടാൽ 2 സ്പൂൺ കാശ്മീർ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂണ്, ഇത്രയും മതി. ഇനി ഇത് വറുത്തെല്ലാം എടുത്ത് കറി വെച്ചപ്പോൾ കാണിക്കാം. ഓക്കെ, നമുക്ക് നാരങ്ങ കറി വെക്കാം. ചട്ടി അടുപ്പിച്ചു. ഇത് ഉള്ളിക്കറി, ഇഞ്ചിക്കറി, നാരങ്ങക്കറിയൊക്കെ വെക്കണ കുഞ്ഞി ചട്ടിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ചൊഴിച്ചാൽ മതി, നമ്മൾ വറുത്തരച്ചല്ല. അപ്പോൾ കടുക് മൂപ്പിക്കാൻ വേണ്ടി മാത്രം, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് തിളക്കട്ടെ. വേണോ? കടുകിട്ടു, കുറച്ച് ഉലുവയുടെ പൊടി, ഉലുവ പൊടിച്ച് വെച്ചിട്ടാണ്. ഇച്ചിരി മതി കടീൻ്റെ കൂടെ തന്നെ. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലും കൂടി കണ്ടിച്ച് അത് വെച്ചു. എനിക്ക് ഈ കറി, ആ ഭക്ഷണത്തിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഈ നാരങ്ങ ഇതേമാതിരിക്ക് വറുത്തരച്ച് കറി വെക്കുന്നതും ഉണക്കമീനും. വേറെ ഇറച്ചി, മീനോ മറ്റുള്ള ഒന്നും ഇഷ്ടമല്ല. ഇതും നാരങ്ങ സ്ഥിരം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇഞ്ചിക്കറി, ഉള്ളിക്കറി, നാരങ്ങ കറി വെച്ചത് ഇതൊക്കെ എനിക്കിഷ്ടം. അലക്സർ വന്നും കൂടി, അലക്സർ വയറുവേദനയായിരുന്നു.
അതുകൊണ്ടൊക്കെ വീഡിയോ ഇടായിരുന്നു. പിന്നെ ഫോൺ കംപ്ലൈൻ്റ് ആയി, ഇപ്പം മേടിക്കാനുള്ള സിറ്റുവേഷനൊന്നുമില്ല. അപ്പോൾ ഇത് മൂത്തു. ഉള്ളിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും പിന്നെ പച്ചമുളകും ഒക്കെ മൂത്തു. നമുക്കിത് വറുത്തരച്ച അരപ്പ് ചേർക്കാം. എന്താ വറുത്തരച്ച അരപ്പ്. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുത്തരച്ച അരപ്പ് ഇവിടുന്ന് മൂക്കാണ്. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം കുറച്ച് മതി. പിന്നെ മിക്സിയാക്കി ഒന്ന് കഴുകി ഒഴിക്കൂലോ, വെള്ളമൊക്കെ മതി. മിക്സി കഴുകി ഒഴിക്കണ വെള്ളവും എല്ലാം ചൂടുവെള്ളം പാടുള്ളൂ. ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കൊടുക്കാം. നാരങ്ങ ഉപ്പിട്ടില്ല, അതുകൊണ്ട് ഇതിലിട്ടാൽ മതി, അരപ്പിലിട്ടാൽ മതി. ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിന്നു. എന്നാലും ഓവറാകരുത്, ഓവറായ കഴിക്കാൻ കൊള്ളില്ല. അതിൻ്റെ കൂടെ ഇച്ചിരി കായപ്പൊടി ചേർക്കാം. ഉലുവപ്പൊടി ഇട്ടേക്കണതാണ് നമ്മൾ. ഉലുവപ്പൊടി മൂപ്പിക്കാൻ നിർത്തിയിട്ട് മുട്ടിച്ചത്, അതുകൊണ്ട് ഇനി കായം കുറച്ചിട്ടു. പുളിയൊന്നും ചേർക്കരുത് കേട്ടോ, നാരങ്ങയ്ക്ക് പുളിയുള്ളത്. അതുകൊണ്ട് പുളി വിനാഗിരി ഒന്നും ഒഴിക്കരുത്. ഇങ്ങനെ കറി വെച്ചായിരുന്നാൽ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കും. അടങ്ങിയിരിക്കും കുഞ്ഞാപ്പൂ. ഇനി നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. തിളച്ചല്ലോ, ഉണ്ടോ? തിളച്ച് കഴിഞ്ഞപ്പോൾ നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്നും ചെയ്തിട്ടില്ല, മൂപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല. ചുമ്മാ പച്ചയ്ക്ക് അരിഞ്ഞ നാരങ്ങയാണ് ഈ അരപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് തിളച്ചാൽ മതി. പതുക്കെ ഇതാകുന്നത് വേവരുത്. ഇച്ചിരി കായപ്പൊടി ഇങ്ങനെ ഇട്ടേക്കാം. എന്നിട്ട് നമുക്ക് നാരങ്ങ ഒത്തിരി വേവിക്കരുത്, തന്നെ ചൂടിൽ കിടന്ന് വന്നോളും. ഒന്ന് പതുക്കെ തിളച്ചാൽ. ചിക്കൻ കറി ഇന്നലെ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും അപ്പോൾ രാവിലെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു. ഇനി ഉച്ചത്തേക്ക് പുളിശ്ശേരി. തേങ്ങ അരക്കില്ല കേട്ടോ, ഞാൻ മോരുകറിക്കേ തേങ്ങ അരക്കില്ല. പുളിശ്ശേരിയാണത്. പുളിശ്ശേരി ഉണ്ടാക്കി, പയറലത്തി, നാരങ്ങ, പിന്നെ ചിക്കൻ, ഇതെല്ലാം കൂട്ടി ചോറുന്ന. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ ഇവിടെ ഉണക്കമീൻ വറുത്തുണ്ട് കേട്ടോ. എനിക്ക് നാരങ്ങ കറിയും ഉണക്കമീൻ കറി, എനിക്ക് ഉണക്കമീൻ വറുത്തും കൂട്ടി ചോറുണ്ട്. എനിക്ക് എല്ലാ കറിയിലേക്കാണ് ഇഷ്ടം. അത് എന്നും കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല. ഇഞ്ചിക്കറി, ഉള്ളിക്കറി, അതൊക്കെ. അല്ലാണ്ട് ഇറച്ചി അങ്ങനെയൊന്നും ഇഷ്ടം. ചിക്കനൊന്നും എനിക്ക് കൂട്ടാൻ പറ്റില്ല. എനിക്ക് വയറുവേദന വന്നു, അൾസർ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് വന്നു. പക്ഷെ ഇപ്പോൾ അത് കൂടി, അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. എൻ്റെ വീഡിയോ ഈ നൊയമ്പിൻ്റെ ഒന്ന് ഇട്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും, നൊയമ്പുള്ളവർ, നൊയമ്പില്ലാത്തവർ കാണുക, നൊയമ്പുള്ളവർ കാണുമെന്ന് എനിക്കറിയില്ല. എന്നാലും എല്ലാവർക്കും അല്ലാഹുവിൻ്റെ നാമത്തിൽ സബ്സ്ക്രൈബ് ചെയ്യും.